ഒരു ത്രസിക്കുന്ന അധ്യായമാണ് എൽ.സി. സുകുമാരൻ. ഏത് കാലത്താണ് 12ാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ വന്നതാണ്. ഒരു കാലത്തെ കോഴിക്കോട്ടെ നാടകവേദിയിൽ, മലബാർ നാടകവേദിയിൽ അതിപ്രഗത്ഭരായ 3-4 സ്ത്രീകളുണ്ടായി. ഒന്നിപ്പോഴും ജീവിച്ചിരിക്കുന്ന നിലമ്പൂർ ആയിഷത്ത, മറ്റൊന്ന് കുട്ടിയടത്തി വിലാസിനി, മറ്റൊന്ന് ശാന്താദേവി. ആ നിലയിൽ വന്ന ഒരു ചരിത്ര നായികയാണ് നമ്മുടെ എൽ.സി. സുകുമാരൻ. സംഗമം തിയേറ്റേഴ്സിന്റെ സകാര നാടകങ്ങൾ എന്നാണ് വെട്ടിയുടെ സകാര നാടകങ്ങൾ: സൃഷ്ടി, സ്ഥിതി, സംഹാരം, സാക്ഷാത്കാരം, സനാതനം, സന്നാഹം, സമന്വയം. അല്ലെ? സമന്വയം, സന്നാഹം. അങ്ങനെ സകാര നാടകങ്ങളിലൊക്കെ അഭിനയിച്ച ആളാണ് എൽ.സി. സുകുമാരൻ. അവർ ഒരിക്കൽ ഉറൂബിന്റെ ഒരു കഥ ഏകപാത്ര നാടകമായിട്ട് അനേകം വേദികൾ അവതരിപ്പിച്ചു. പക്ഷേ ഒരു സ്ത്രീ ഏകപാത്ര നാടകം അവതരിപ്പിക്കുന്നത് അന്ന് ആദ്യമായി. ഇന്ന് ധാരാളം സ്ത്രീകൾ ഏകപാത്ര നാടകം അവതരിപ്പിക്കുന്നു. എൽ.സി. ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ മലബാറിലെ നാടകവേദിയുടെ ഒരു ചരിത്രമുണ്ട്. സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് മലബാർ നാടകവേദി പ്രവർത്തിച്ചത്. 1929 വീട്ടിയുടെ ആദ്യത്തെ നാടകം അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് ഉപരിവർഗ സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതപ്പെട്ടത്. പക്ഷെ 29 എടക്കുണ്ടിയിലെത്തത് ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്ത്രീകൾ വേണമെങ്കിൽ നാടകം കണ്ടോട്ടെ, പക്ഷെ സ്ത്രീകളെ ആരും കാണരുത് എന്ന യാഥാസ്ഥിതികത്തെ വിലക്കിന് വഴങ്ങി സ്ത്രീകളെ ഈ ഒറ്റയ്ക്ക് കുത്തി നിർത്തിയ ഓലമറയ്ക്ക് പിന്നിലും കുത്തടികൾക്ക് പിന്നിലും ഇരുത്തിയാണ് നാടകം കാണിച്ചത്. പക്ഷെ 29 ആ ആദ്യ നാടകാവതരണത്തിന്റെ ആവേശത്തിൽ അനേകം സ്ത്രീകൾ ഈ ഓലമറ തകർത്ത് പൊട്ടിച്ചായി. അതിലൊരു സ്ത്രീയാണ് ശ്രീമതി മനണി. ഘോഷ ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊട്ടിച്ച് നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന സ്ത്രീകളുടെ അടിമത്തത്തിന്റെ മുഴുവൻ അടയാളങ്ങളും തകർക്കാൻ മലബാറിൽ കാരണമായത് വീട്ടിയുടെ നാടകമാണ്. ആ നാടകമാണ് പാർവതി, നെന്മിനിമംഗലം, ആര്യാപ്പള്ളം അനവധി സ്ത്രീകളെ മോചിപ്പിച്ചു. അതിനുശേഷം പ്രേംജിയുടെ ഋതുമതി, MRBയുടെ മറക്കുടയ്ക്കുള്ള മഹാനരകം, ഈ 3 നാടകങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. പ്രേംജി ഋതുമതിയിൽ പറയുന്നുണ്ട്, കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ സംബന്ധിച്ചിടത്തോളം കൂട് തകർത്ത് രക്ഷിക്കാൻ പുറത്തുനിന്ന് ആരും വരുമെന്ന് വ്യാമോഹിക്കരുത്. എന്റെ വാക്കല്ല, പ്രേംജിയുടെ വാക്കാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ സംബന്ധിച്ചിടത്തോളം കൂട് തകർത്ത് രക്ഷിക്കാൻ പുറത്തുനിന്ന് ആരും വരുമെന്ന് വ്യാമോഹിക്കരുത്. ചിറകിട്ടടിച്ച് സ്വന്തം ചിറകിന് ബലം വെപ്പിച്ച് അകത്തു നിന്ന് കൂട് തകർക്കുകയല്ലാതെ സ്ത്രീയുടെ വിമോചനത്തിന് മറ്റു വഴിയില്ല എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 30കളിലാണ് പ്രേംജി എഴുതിയത്. അപ്പൊ അങ്ങനെ സ്ത്രീകളെ മോചിപ്പിച്ച നാടകങ്ങൾ. ആ കാലത്താണ് സ്ത്രീകൾ മാത്രം ഒരു നാടകം സ്ത്രീകൾ എഴുതി, സ്ത്രീകൾ സംവിധാനം ചെയ്ത്, സ്ത്രീകൾ അഭിനയിച്ച് ഒരു നാടകം 30കളിൽ കേരളത്തിലുണ്ടായി. ആരും ഇത് പറയാറില്ല. ഈ പറയുന്ന നാടകങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തെ കുറിച്ച് ഒരാളും പറയാറില്ല. വീട്ടിയുടെ നാടകത്തിന് ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക് സ്ത്രീകൾ എഴുതി, സ്ത്രീകൾ സംവിധാനം ചെയ്ത്, സ്ത്രീകൾ മാത്രം അഭിനയിച്ചൊരു നാടകമായി. അതിന്റെ തുടർച്ചയിലാണ് നിലമ്പൂർ ആയിഷയെ തൊഴിലാൾ നല്ലൊരു മനസ്സിലാകാൻ നോക്കുക എന്ന നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വെടിയുണ്ടകൾക്കിടയിൽ ഏറെ കൊണ്ട് വെടിയേറ്റിട്ടാണ് അവർ അഭിനയിച്ചത്. ആ രീതിയിൽ തന്നെയാണ് എൽ.സി. സുകുമാരൻ വരുന്ന കാലത്തും മലബാർ നാടകവേദിയിൽ സ്ത്രീകൾക്ക് വലിയ ആധിക്യമുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിലംഘിച്ച് സ്വന്തം കരുത്തുകൊണ്ട് ഇപ്പോഴും ഒരംഗത്തിനല്ല പല അംഗത്തിന് ബാല്യവും യൗവനവും ഉണ്ട് എന്ന തന്റെ ഇടത്തോടുകൂടി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന എൽ.സി. സുകുമാരനാണ് P.K. റോസിയുടെ പുരസ്കാരം ഞങ്ങൾ സമ്മാനിക്കുന്നത്. മറ്റൊന്ന് രാജലക്ഷ്മി പുരസ്കാരം. രാജലക്ഷ്മി ഇതുപോലെ തന്നെ പുരുഷാധിപത്യ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിന്റെ അപവാദങ്ങൾ സഹിക്കാൻ വയ്യാതെ മരണത്തിൽ അഭയം പ്രാപിച്ചൊരു വലിയ എഴുത്തുകാരി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വഴിയും കുറെ നിഴലുകളും എന്ന മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരൊറ്റ നോവൽ രംഗത്ത് പുരുഷാധിപത്യത്തിന്റെ പരിപൂർണമായ ഒരു നേതൃത്വം ഉണ്ടായിരുന്ന കാലത്ത് പുരുഷ കേസരിമാരിരുന്ന നോവലിന്റെ സിംഹാസനത്തിൽ ഒറ്റയ്ക്ക് കയറിയിരുന്ന സ്ത്രീയാണ്. അവരെ കുറിച്ചുള്ള അപവാദങ്ങൾ എത്രയോ അക്കാലത്ത് പരന്നു. അടുത്ത കാലത്ത് വരെ ഒരു പ്രശസ്തമായ എഴുത്തുകാരന്റെ ആത്മകഥയിൽ അവർ അവതരിച്ചുകൊണ്ട് എഴുതിയ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരു ബഹുമാനമുള്ള ആളാണ്. പക്ഷെ ഇന്നും ആ മനോഭാവം മാറിയില്ല. അങ്ങനെ പുരുഷന്മാരുടെ അപവാദങ്ങൾ കൊണ്ടും നിന്ദ കൊണ്ടും മനസ്സുനൊന്ത് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ച രാജലക്ഷ്മി എന്ന ഇന്ത്യ കണ്ട വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പേരിലുള്ള പുരസ്കാരം നമ്മൾ കൊടുക്കുന്നത് ഇത്തവണ ഷീല ടോമിക്കാണ്. ഷീല ടോമി അത്ഭുതകരമായ പ്രതിഭാശാലിത്വം തെളിയിച്ച എഴുത്തുകാരിയാണ്.
ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ. ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ യുദ്ധമേഖലയിൽ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴും സ്ത്രീകളാണെങ്കിലും പലസ്തീനിലെ കുട്ടികൾ പട്ടിണി കിടക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞത് 98-കാരിയായ ധീര യുവ വനിത ഡോക്ടർ എം ലീലാവതിയാണ്. ഇപ്പോ പലസ്തീനെ കുറിച്ച് മുണ്ടരുത് എന്നാണ് പറഞ്ഞത്. പോളണ്ടിനെ കുറിച്ച് മുണ്ടരുത് എന്നൊരു സിനിമ പറയുന്നത് അതുപോലെയാണ്. പലസ്തീനെ കുറിച്ച് മിണ്ടാൻ പാടില്ല. പക്ഷെ ഇന്നും ധീരമായി ഞാൻ ഇനിയും പറയും, ഞാൻ പറഞ്ഞത് കുട്ടികളുടെ വേദനയെ കുറിച്ചാണ്, പട്ടിണി കിടക്കുന്ന കുട്ടികളെ കുറിച്ചാണെന്ന് പറഞ്ഞ ലീലാവതി ടീച്ചർ അതിൻ്റെ ഒരു മുൻ മാതൃകയാണ്. പലസ്തീനിന്റെ ആ മേഖലയിലെ അശാന്തിയെ കുറിച്ച് ശാസ്ത്രീയമായും ചരിത്രപരമായും വിശകലനം എഴുതപ്പെട്ട നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. എനിക്കൊരു ഭാഗ്യമുണ്ടായി ആ നോവലിന് വളരെ പ്രധാനമായ മുതുകുളം പാർവതിയമ്മ പുരസ്കാരം മുതുകുളത്ത് വെച്ച് ഷീലയ്ക്ക് നൽകാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. വീണ്ടും അങ്ങനൊരു അംഗീകാരം, ഇത് കുറെ കൂടെ വലിയ അംഗീകാരമാണ്. അത് വനിതാ കലാസാഹിത്യം കൊടുത്ത അംഗീകാരങ്ങൾ വെച്ച് നോക്കിയാൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടവരൊക്കെ മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ, ഒരാളും പിന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഷീല അവിടെ നിന്നില്ല. ഷീലയുടെ വല്ലി എന്ന അതിപ്രശസ്തമായ നല്ലൊരു നോവലുണ്ട്. ഇപ്പോൾ കിളിനോച്ചിയിലെ സ്ഥലത്തുണ്ട് പുതിയ പുസ്തകം. അങ്ങനെ ധാരാളം എഴുതുന്ന വയനാട്ടുകാരിയാണെങ്കിലും വലിയ അനുഭവ പരിചയമുള്ള ഇപ്പോൾ കോഴിക്കോട് താമസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഷീല ടോമിക്കാണ് രാജലക്ഷ്മിയുടെ പുരസ്കാരം. യശോദ ടീച്ചർ ഇതുപോലെ പുരുഷന്മാർ മാത്രം ആധിപത്യം ഉറപ്പിച്ചിരുന്ന പത്രപ്രവർത്തന രംഗത്ത് സ്വന്തം ലേഖികയായി കയ്യൂർ സമര സഖാക്കളെ ജയിലിൽ പോയി ഇന്റർവ്യൂ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ പത്രലേഖികയും ആദ്യത്തെ അധ്യാപികയുമാണ് കാന്തലോട്ട് കുഞ്ഞമ്പുവിന്റെ സഖാവായിരുന്ന PC ജോഷിയോടൊപ്പം ആണ് കയ്യൂർ സമര സഖാക്കളെ കണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനു മുമ്പും അവർ ചില സമര സഖാക്കളെ കാണുകയും ലേഖനങ്ങൾ തയ്യാറാക്കുകയും ആദ്യത്തെ അധ്യാപിക കാന്തലോട്ട് കുഞ്ഞമ്പുവിന്റെ ഒപ്പം സമര സഖാവായി പ്രവർത്തിച്ചാണ്. കാന്തലോട്ടിന്റെ ധർമ്മപത്നിയായി. അപ്പൊ അങ്ങനെ സ്വലേ ആയി ആദ്യം ഇന്നിപ്പോൾ ധാരാളം സ്ത്രീകൾ മാധ്യമരംഗത്ത്, ഒരുപക്ഷെ സ്ത്രീകളാണ് മാധ്യമരംഗം കൈയടക്കി വെച്ചിരിക്കുന്നത്. മാധ്യമരംഗത്ത് ഏറ്റവും കരുത്തോടു കൂടി നിൽക്കുന്നത് സ്ത്രീകളാണ്. അതിനൊക്കെ ആദ്യം നടന്ന, അതിന്റെ പേരിൽ പല പണികൾ ദേശാഭിമാനിക്ക് വേണ്ടിയാണെന്ന് എഴുതിയതെങ്കിലും പല പ്രയാസങ്ങൾ അനുഭവിച്ച യശോദ ടീച്ചറിന്റെ പേരിലുള്ള പുരസ്കാരം ഞങ്ങൾക്ക് അവിടെ നൽകുന്നത് ഞങ്ങളുടെ സ്വന്തം സഖാവ് റസിയക്കാണ്. റസിയ ജനയുഗത്തിലാണ്, നല്ല ശക്തയായ എഴുത്തുകാരിയാണ്. മാധ്യമം മീഡിയ പുരസ്കാരം ഇത് നമുക്ക് കിട്ടി. നേരത്തെയും ചില പുരസ്കാരങ്ങൾക്ക് കിട്ടിയത് റസിയത്തിന് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. തൃശ്ശൂരാണ് കൂടുതൽ. പുതിയ പത്രലേഖകന്മാരിൽ കരുത്തുള്ള ദീർഘവീക്ഷണമുള്ള ഒരു പത്രലേഖികയാണ്. അങ്ങനെ ഈ 4 പേരെ പ്രശംസിച്ചാൽ എൻ്റെ പ്രസംഗം കഴിഞ്ഞു. ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. ഈ 4 പേർ നാളത്തെ വാഗ്ദാനങ്ങളാണ്. സ്ത്രീകൾക്ക് കർത്തൃത്വമുള്ള സമൂഹമാണ് 21-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി പുരുഷന്മാർക്ക് അവിടെ അങ്ങനെ നേതൃത്വമൊന്നും വഹിക്കാൻ പറ്റില്ല. കാരണം നേതൃമേഖലയിൽ മുഴുവൻ സ്ത്രീകൾ കരുത്തോടെ കടന്നു പോകും. ഞാനൊക്കെ കൂടെ ചെറുപ്പത്തിൽ 10-15 വയസ്സിൽ പൊതുരംഗത്ത് വന്നയാളാണ്. അപ്പൊ ആദ്യ കാലത്തൊക്കെ പൊതുരംഗത്ത് വരുമ്പോൾ എഴുത്തുകാരികൾ വളരെ കുറവേണ്ടായിരുന്നു. അഫന കുറവേണ്ട വളരെ കുറച്ച് പേരെ കവയിത്രി എന്ന് പ്രത്യേകിച്ച് പറയും. ഇപ്പൊ കവി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും അല്ലെ. അന്ന് കവയിത്രി എന്ന് പ്രത്യേകിച്ച് പറയും. എഴുത്തുകാരികൾ കുറവായിരുന്നു, പ്രഭാഷകർ കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാനൊക്കെ അന്ന് മലപ്പുറത്ത് ഈ SSLC അന്ന് റാങ്ക് ഉള്ള കാലം, റാങ്ക് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒരൊറ്റ പെൺകുട്ടിക്ക് റാങ്കിന്റെ പേരിൽ അവരുടെ നോക്കില്ല. വിശേഷം മുസ്ലിം പെൺകുട്ടികൾക്ക് തീരെ പറ്റിയിരുന്നില്ല. ഇപ്പോൾ മലപ്പുറത്ത് ആൺകുട്ടികളെ കാണാനായിട്ട് എല്ലാ രംഗത്തും സ്ത്രീകളാണ്. എല്ലാ രംഗത്തും കേരളത്തിലെ എല്ലാ മേഖലയിലും സ്ത്രീകൾ കർത്തൃത്വ ശേഷിയോടുകൂടി മുന്നോട്ട് വന്നു. 13 വർഷമായി വനിതാകലാ സാഹിത്യം ആഗ്രഹിച്ചതാണ്. തീർച്ചയായും ചരിത്രം മുന്നോട്ട് പോവുകയുള്ളൂ. ചരിത്രത്തെ പിന്നോട്ട് വലിക്കാൻ ആസൂത്രിതമായി പലരും ശ്രമിക്കും. പക്ഷെ കഴിഞ്ഞൊരു നൂറ്റാണ്ട് 1925 തൊട്ടെങ്കിലും പുരോഗമനവാദികൾ ഇടയ്ക്ക് ഓർക്കണം, ഈ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ടാണ് കേരളം ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇന്ന് കാണുന്നതെന്ന് പറഞ്ഞുകൂടാ, ഇന്ന് കാണുന്നത് പിന്നോട്ട് പോകുന്ന കേരളം, അതിനിടയിൽ വളർന്നു വന്ന കേരളം. വൈക്കത്തെ സത്യാഗ്രഹം, വൈക്കത്ത് വഴി നടക്കാൻ വേണ്ടി മാത്രമായിരുന്നു സത്യാഗ്രഹം. ഗാന്ധിജിയും മഹാത്മാഗാന്ധിയും ഒന്നിച്ച് നടത്തിയ സമരമാണ്. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹം ഇന്ത്യയിൽ ആദ്യമായി വിജയിച്ചത് വൈക്കത്താണ്. വൈക്കത്തെ സമരം തൊട്ട് നടന്ന അനേക സമരങ്ങൾ, കലാസാഹിത്യ പ്രസ്ഥാന രംഗങ്ങളിലുണ്ടായ വലിയ കുതിപ്പുകൾ, KPSC പോലുള്ള പ്രസ്ഥാനങ്ങൾ, IPT പോലുള്ള പ്രസ്ഥാനങ്ങൾ, പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കേരള ഗ്രന്ഥശാല സംഘം, മലബാറിൽ ദാമോദരൻ 36-ൽ മലബാർ
ഗ്രന്ഥശാല സംഘം തുടക്കം കുറിച്ചു. 46-ലാണ് തിരുവിതാംകൂറിൽ PN പണിക്കർ തുടങ്ങിയത്. അതിനു മുമ്പ് മലബാർ ഗ്രാമോദയം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അതിന്റെ വളർച്ചയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കേരളം പുരോഗതിയുടെയും മതേതരത്വത്തിന്റെയും പാതയിൽ മുന്നേറിയത് കലാസാംസ്കാരിക ചലനങ്ങൾ കൊണ്ടാണ് എന്ന് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പവർ പൊളിറ്റിക്സിന്റെ മാനേജ്മെന്റിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പവർ പൊളിറ്റിക്സിന്റെ മാനേജ്മെന്റിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. കൾച്ചറൽ പൊളിറ്റിക്സ് അവർ പിന്നിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷെ യുവകലാ സാഹിത്യവും ബന്ധകലാ സാഹിത്യവും കൾച്ചറൽ പൊളിറ്റിക്സ് ആണ് പറയാൻ വരുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കിയത് സാംസ്കാരിക സമരങ്ങളിലൂടെയാണ്. വഴി നടക്കാനുള്ള സമരം, കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സമരം കലകളിലൂടെയാണ്. ഏതൊക്കെ നാടകങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്? KPSC എന്ന ഒരൊറ്റ പ്രസ്ഥാനം. ഞാൻ ഈ മലബാർ നാടകവിദ്യയെ കുറിച്ചും LCCയെ കുറിച്ച് പറയുമ്പോൾ LCCയുടെ ഭർത്താവ് സുമാരേട്ടൻ ഒന്നാമത്തെ വയലിനിസ്റ്റാണ്. അദ്ദേഹം മലബാറിലെ ഈ സംഗീത സംവിധായകന്മാരുടെ നിരയിലുള്ള പ്രധാനപ്പെട്ട ഒരാളാണ്. ബാബുരാജ് ഉണ്ടായിരുന്നു, കോഴിക്കോട് അബ്ദുൽ ഖാദർ. ഇപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്, മലബാറിലെ നാടകത്തിലെ ഒരൊറ്റ പാട്ടും റെക്കോർഡായിട്ടുണ്ട്. KPSCയുടെയും കാളിദാസ കലാകേന്ദ്രത്തിന്റെയും മാത്രമേ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ പാട്ടുകൾ അന്വേഷിച്ച് കുറെ നടന്നു. ഈ നിലമ്പൂർ യുവജന സംഘത്തിന്റെ പ്രശസ്തമായ പാട്ടുണ്ട്. ആ പാട്ട് ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല. അത് KG ഉണ്ണി എന്നൊരാൾ എഴുതിയതാണ്. KG ഉണ്ണി എന്നുള്ള ഓർക്കുന്നില്ല, പക്ഷെ ആ പാട്ട് വളരെ പ്രസക്തമാണ്.